ലോകം കണ്ട ഏറ്റവും വലിയ ധർമ്മയുദ്ധം. ഒരു ഭാഗത്ത് ശ്രീരാമൻ, മറുഭാഗത്ത് രാവണൻ. ഈ യുദ്ധത്തിന്റെ ഒരു നിർണായക നിമിഷം. രാവണന്റെ മകനായ ഇന്ദ്രജിത്ത് അഥവാ മേഘനാഥൻ തന്റെ ഏറ്റവും മാരകമായ അസ്ത്രം, ശക്തി അസ്ത്രം ലക്ഷ്മണന് നേരെ എയ്യുന്നു. അടുത്ത നിമിഷം ആ ധീരയോദ്ധാവ് നിലംപതിച്ചു. ശ്രീരാമന്റെ പ്രാണന് തുല്യനായ അനുജൻ അബോധാവസ്ഥയിൽ. യുദ്ധക്കളം നിശബ്ദമായി. ശ്രീരാമന്റെ കണ്ണുകൾ നിറഞ്ഞു. കാരണം ലക്ഷ്മണൻ ഇനി അധികനേരം ജീവനോടെ ഉണ്ടാകില്ല. ഇവിടെയാണൊരു അത്ഭുതം സംഭവിക്കുന്നത്. രാവണന്റെ കൊട്ടാരത്തിലെ പ്രധാന വൈദ്യനായിരുന്ന സുഷേണൻ രാമന്റെ പക്ഷത്തേക്ക് വന്നു പറയുന്നു, ലക്ഷ്മണനെ രക്ഷിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഹിമാലയത്തിലെ ദ്രോണഗിരി പർവ്വതത്തിൽ മാത്രം ലഭിക്കുന്ന ജീവൻ തിരികെ നൽകുന്ന സഞ്ജീവനി മരുന്ന്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. സൂര്യോദയത്തിനു മുൻപ് ആ മരുന്ന് ലക്ഷ്മണനിലെത്തിയിരിക്കണം. ലങ്കയിൽ നിന്ന് ഹിമാലയം വരെ വെറുമൊരു രാത്രി കൊണ്ട് അത് അസാധ്യം. എല്ലാവരും തലകുനിച്ചിരുന്നു. പക്ഷെ അവിടെ ഒരാൾ മാത്രം ആത്മവിശ്വാസം നിറഞ്ഞു നിന്നു. അതെ, അത് നമ്മുടെ ഹനുമാനായിരുന്നു. ഹനുമാൻ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. ലക്ഷ്മണനോടുള്ള രാമന്റെ സ്നേഹം, രാമനോടുള്ള ഹനുമാന്റെ ഭക്തി, ആ ഭക്തി അദ്ദേഹത്തിനൊരു പുതിയ ശക്തി നൽകി. ജയ് ശ്രീറാം എന്ന മന്ത്രവുമായി ഹനുമാൻ ആകാശത്തേക്ക് കുതിച്ചു ചാടി. ഒടുവിൽ അദ്ദേഹം ഹിമാലയത്തിലെ ദ്രോണഗിരി പർവ്വതത്തിലെത്തി. ചുറ്റും നോക്കി. സഞ്ജീവനി മാത്രമല്ല, പ്രകാശം ചൊരിയുന്ന ആയിരക്കണക്കിന് ഔഷധസസ്യങ്ങൾ അവിടെയുണ്ട്. ഏതാണ് സഞ്ജീവനി? ഹനുമാന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. സൂര്യോദയം അടുക്കുകയാണ്. സമയമില്ല. ഇവിടെയാണ് ഹനുമാന്റെ ബുദ്ധിയും ശക്തിയും ഒരുമിക്കുന്നത്. എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ലെങ്കിൽ? അദ്ദേഹം ഉറക്കെ ചിന്തിച്ചു, എന്തിനാണ് ഞാൻ സമയം കളയുന്നത്? ലക്ഷ്മണന് ജീവനാണ് വലുത്. ലോകം ഞെട്ടിപ്പോയ കാഴ്ച. ഹനുമാൻ ആ ദ്രോണഗിരി പർവ്വതം മൊത്തത്തിൽ ഒരു ചെറിയ കല്ലെടുക്കുന്നതുപോലെ തന്റെ ഒരു കൈയിൽ പറിച്ചെടുത്ത് ആകാശത്തേക്ക് ഉയർത്തി. ആ പർവ്വതം ചുമന്നുകൊണ്ട് വീണ്ടും അദ്ദേഹം കാറ്റിന്റെ വേഗത്തിൽ ലങ്കയിലേക്ക് പറന്നു. സുഷേണൻ വൈദ്യൻ ഉടൻ തന്നെ പർവ്വതത്തിൽ നിന്ന് സഞ്ജീവനി തിരിച്ചറിഞ്ഞ് ലക്ഷ്മണന് നൽകി. അടുത്ത നിമിഷം ലക്ഷ്മണൻ കണ്ണുകൾ തുറന്നു. യുദ്ധഭൂമിയിൽ ആനന്ദത്തിന്റെ അലകളുയർന്നു. ശ്രീരാമൻ ഹനുമാനെ കെട്ടിപ്പിടിച്ച് തന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി. കാരണം ഹനുമാൻ രക്ഷിച്ചത് ലക്ഷ്മണന്റെ ജീവൻ മാത്രമല്ല, ശ്രീരാമന്റെ പ്രതീക്ഷ കൂടിയായിരുന്നു.